കേരളത്തിലെ ഓട്ടോ ചേട്ടന്മാർക്കേ ഒരു സന്തോഷവാർത്തയുണ്ട്. പ്രത്യേകിച്ച് കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കൊച്ചിയൊക്കെ പോലുള്ള സിറ്റികളിൽ ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റിയ നല്ല റേഞ്ചിലൊരു ഇലക്ട്രിക് ഓട്ടോ ഒന്നും എൻ്റെ കൂടെ ഉണ്ട്. ഇതേതാ വണ്ടി പറയാം, ഇതേതാണ് കമ്പനി എന്ന് പറയാം, ഇതിൻ്റെ പ്രത്യേകതകൾ പറയാം. വരൂ നമുക്കിന്ന് വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഓയിലർ നിയോ ഹൈ റേഞ്ച് മാക്സ്, അതാണ് ഈ വണ്ടിയുടെ പേര്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് ഓയിലർ, ഏതാണ് ആ കമ്പനി, അതിനെക്കുറിച്ച് പറയണ്ടേ. ഓയിലർ എന്ന ബ്രാൻഡിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിലർ മോട്ടോഴ്സ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറാണ്. ഓയിലർ ബ്രാൻഡിലുള്ളത് ഗുഡ്സ് വെഹിക്കിൾസ് ആണ്. ഗുഡ്സ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ 3 വീലറും ഉണ്ട്, 4 വീലറും ഉണ്ട്. അതിൽ തന്നെ പോപ്പുലറായിട്ട് നിൽക്കുന്നത് ടർബോ 1000 എന്ന മോഡലാണ്. ആ മോഡലാണ് ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ളത് LGVയിൽ, അത് ലൈറ്റ് ഗുഡ്സ് വെഹിക്കിളിൽ. അവർക്ക് നിയോ എന്ന സബ് ബ്രാൻഡ് ഉണ്ട്. ആ ഓയിലർ നിയോ സബ് ബ്രാൻഡിലുള്ള വണ്ടിയാണ് ഈ ഹൈ റേഞ്ച് മാക്സ്. ഓയിലർ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സബ് ബ്രാൻഡായിട്ടുള്ള നിയോ ആണ് പാസഞ്ചർ വെഹിക്കിൾ മാർക്കറ്റിലേക്കുള്ളത്. ഈ ഓയിലറിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള നിയോ, അതായത് നിയോ ബൈ ഓയിലർ, ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് കേവലം ഓട്ടോറിക്ഷകളിലേക്ക് മാത്രമല്ല, അവർ പാസഞ്ചർ സെഗ്മെൻറ്റിൽ ബസ്സുകളും വാനുകളും ഒക്കെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അടുത്ത പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ബസ്സുകളും വാനുകളാണെന്ന് പറയുന്നത്. ഓയിലറിനെ ബാക്ക് ചെയ്തേക്കുന്നത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സെല്ലിംഗ് ബ്രാൻഡായിട്ടുള്ള 2 വീലർ ബ്രാൻഡായിട്ടുള്ള ഹീറോ മോട്ടോകോപ്പാണ്. അപ്പോൾ അതാണ് ഓയിലറിൻ്റെയും ഓയിലർ നിയോയുടെയും കാര്യം. ഇനി ഈ ഒരു ഹൈ റേഞ്ച് മാക്സിലേക്ക് വന്നാൽ, നിങ്ങൾ മുന്നേ എപ്പോഴാണ് ഡിസ്ക് ബ്രേക്കുള്ള ഒരു ഓട്ടോറിക്ഷ കണ്ടിട്ടുള്ളത്? ഒരു ട്രഡീഷണൽ ഓട്ടോറിക്ഷയുടെ രൂപമാണ് ഓയിലറിൻ്റെ നിയോ ഹൈ റേഞ്ച് മാക്സിനെങ്കിലും ഇതിനൊരിത്തിരി വലിപ്പക്കൂടുതൽ തോന്നിക്കും. പിന്നെ കണ്ടാൽ ഒരു കൗതുകമുണ്ട്, ഒരു ആകർഷണമുണ്ട്. ഇതിന് മെറ്റൽ ബോഡിയാണ്, കാറുകളുടേത് പോലെ 2 ഹെഡ്ലാമ്പുണ്ട്, ഭംഗിയുള്ള ഹെഡ്ലാമ്പാണ്. കാണാൻ ഒരു ട്രഡീഷണൽ ഓട്ടോറിക്ഷ തന്നെയാണ്. ഈ ഓയിലറിൻ്റെ പ്രത്യേകതയായിട്ടുള്ള പടുതയിലെ ട്രാൻസ്പെറൻറ്റ് വിൻഡോയും തുറക്കാവുന്ന ഇരുവശത്തുമുള്ള ഡോറുകളും അതിനുമുള്ള ഗ്രാഫിക്സും, അതുകൂടാതെ ഇവിടെ ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പും ചവിട്ടി കയറി ഇരിക്കുമ്പോൾ സുഖമായിട്ടിരിക്കാവുന്ന സീറ്റുമൊക്കെ പ്രത്യേകതകളായിട്ട് പറയണം. കയറാനും ഇറങ്ങാനും യാത്ര ചെയ്യാനും സുഖമുള്ളൊരു വണ്ടി കൂടിയാണ് ഈ ഓയിലറിൻ്റെ ഹൈ റേഞ്ച് മാക്സ്. ഇപ്പോൾ ഈ സീറ്റിൻ്റെ ഒരു പാഡിങ് കൊള്ളാം, കംഫർട്ടബിളാണ്. ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്, 3 പേർക്ക് ഇരിക്കാൻ സുഖമായിട്ട്. ഇരുവശത്തേക്കും ഇറങ്ങാൻ ഡോറുകളുണ്ട്, ഹെഡ് റൂം കൊള്ളാം. ഓക്കെ, ഒരു കാറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലേ കംഫർട്ടബിളായിട്ടുള്ള ബാക്ക് സീറ്റിലെ വണ്ടി എന്ന് ഈ ഒരു ഓയിലറിൻ്റെ ഹൈ റേഞ്ച് മാക്സിനെ പറയാം. വേഗം കയറി വേഗം ഇറങ്ങി, തിരിച്ചല്ലേ, വേഗം ഇറങ്ങി വേഗം കയറി, അങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു ഹൈ റേഞ്ച് മാക്സ്. ചേട്ടാ പോടെ. ഓയിലറിൻ്റെ ഈ വണ്ടി ഉണ്ടല്ലോ തണ്ടറാണ്, അല്ലെങ്കിൽ ഒരു മോഡുണ്ട് തണ്ടറായിട്ട്, ഈക്കോ തണ്ടർ മോഡുകളുണ്ട്. ഓക്കെ, സ്വിച്ചുകളുടെ വിന്യാസമൊക്കെ വളരെ സിമ്പിളാണ്. ഹെഡ്ലാമ്പ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ, ഹോണ്, ഈ ഒരു ഫോർവേഡ്, ന്യൂട്രൽ, റിവേഴ്സ്, പിന്നെ തണ്ടറും ഈക്കോയുടെ സ്വിച്ചുകൾ. ഇവിടെ വൈപ്പറിൻ്റെയും ഹെഡ്ലാമ്പിൻ്റെയും പാർക്ക് ലാമ്പിൻ്റെയും ഹസാർഡിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. കീ എന്ന് പറയുന്നത് കാറുകളുടെ പോലെ കീ ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ കേസായിട്ട് കാണാം. പിന്നെ ഒരു TFT ഡിസ്പ്ലേ, ഒരു 12 വോൾട്ട് സോക്കറ്റ്. ഇത്രയുമാണ് സവിശേഷതയായിട്ട് പറയാനുള്ളത്. സ്പീക്കറിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, സ്റ്റീരിയോയ്ക്ക് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഡാഷ്ബോർഡാണ്. അപ്പോൾ ഒരു കാറുകളുടെ പോലെ ഡാഷ്ബോർഡിലെ വണ്ടിയാണത്. കാറുകളുടെ പോലല്ല, ഓട്ടോകളിൽ മികച്ച ഡാഷ്ബോർഡിലൊരു വണ്ടിയാണെന്ന് പറയാം. അപ്പോൾ കാഴ്ചയ്ക്ക് ഉതകുന്ന ഗ്ലാസിൻ്റെ ഒരു ഷേപ്പും ഈ ഒരു ഡാഷ്ബോർഡും ഈ ഒരു വലിയ ഹാൻഡിലും കൂടിയിട്ട് റൈഡ് ചെയ്ത് പോകാൻ ഈസിയാണ്. പിന്നിൽ ടെയിൽ ലാമ്പുകൾ ഈ ഒരു വലിയ പീസിലാണ്. അതിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ നല്ല ഒരു ഡിസൈൻ എലമെൻ്റായിട്ട് കാണാം. നിയോ ഹൈ റേഞ്ച് എന്നുള്ള ലെറ്ററിങ് ഉണ്ട്. ഇതാ ഇവിടെ ആ ലോഗോ കാണാം. ഇതാണ് ആ ഒരു ലൈറ്റ് നമ്പർ പ്ലേറ്റിന്. പിന്നെ ഒരു ഗ്രില്ല് കണ്ടോ, ഇത് മെറ്റലാണ്. ഇനി ഇവിടെ നമ്മൾ തുറക്കുമ്പോഴേ ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഇവിടെ സ്പേസ് കാണാം, നല്ല സ്പേസാണ്, ലഗേജൊക്കെ വെക്കാം. 261 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ ഈ വണ്ടി ഓടുക, സർട്ടിഫൈഡ്. 200+ ഒക്കെ ഈസിയാണ്. ഓക്കെ, പിന്നെ 13.44 kWh ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഒരു കണക്കെടുത്താൽ ഇപ്പോൾ 1 ലിറ്റർ ഡീസലിന് 95 രൂപ ഉണ്ടല്ലോ, LPG CNG ഒക്കെ കോസ്റ്റ്ലിയാണ്. ഒരു യൂണിറ്റ് കറണ്ടിന് 8 രൂപയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 8 രൂപയ്ക്ക് ഒരു യൂണിറ്റ്, ഈ 13 യൂണിറ്റ് കൂടി കൂട്ടുമ്പോൾ 13.44, 14 കൂട്ടിക്കോ, 14 × 8 18, 88, 90. ഓക്കെ, ഒരു 110 രൂപയോളം നമ്മൾ ചിലവാക്കിയാൽ 200 കിലോമീറ്റർ ഓടാമെന്നുള്ളത് ഈ വണ്ടിയുടെ ഒരു വാല്യൂ പ്രപ്പോസിഷനാണ് കാണിക്കുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഓയിലർ ഹൈ റേഞ്ച് മാക്സ് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഗുണമായിട്ട് കാണാം. ഓടിക്കാൻ സുഖമുള്ള, റേഞ്ചുള്ള,
ഡെയിലി ഒരു ദിവസം 200 കിലോമീറ്ററൊക്കെ ഓട്ടോക്കാർ ഓടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒറ്റ ചാർജിൽ തന്നെ നമുക്ക് ഓടിക്കാവുന്ന. അത് മാത്രമല്ല ഈ വണ്ടിയുടെ ചാർജർ എന്ന് പറയുന്നത് 3.3 kW ചാർജറാണ്. അപ്പോൾ ആ ഒരു ചാർജർ വെച്ചിട്ട് നമുക്ക് വീട്ടിലെ ഓൺബോർഡ് ചാർജറാണ്. അപ്പോൾ ആ ചാർജർ വെച്ച് ചാർജ് ചെയ്യാനും അധിക സമയം വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, 9 kW ആണ് ഇതിൻ്റെ പവർ, 65 Nm ടോർക്കും. അപ്പോൾ ഓയിലറിൻ്റെ നിയോ എന്ന് പറഞ്ഞ സബ് ബ്രാൻഡിൽ വരുന്ന വണ്ടികൾ, ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികൾ എന്ന് പറയുന്നത് ഹൈ റേഞ്ച് മാക്സ്, ഹൈ റേഞ്ച് പ്ലസ് എന്ന മോഡലാണ്. അതിൽ ഹൈ റേഞ്ച് മാക്സ് ആണ് ഈ ഒരു ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ചിന് ഒരു 3,20,000 എക്സ്ഷോറൂം പ്രൈസാണ്. അപ്പോൾ ഈ ഒരു മോഡലിന് ഒരു 420 ഓൺ റോഡ് പ്രൈസ് വരും. അപ്പോൾ 200+ കിലോമീറ്റർ റേഞ്ച് വെച്ചിട്ട് ഒരു സാധാരണ ഓട്ടോ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം കൊണ്ടൊക്കെ ആ കാശ് അങ്ങ് ലാഭിക്കാൻ പറ്റും. 9 kWh പവർ ഉണ്ട്. തണ്ടർ മോഡാണ്. അയ്യോ ഓക്കെ, 50 km ടോപ്പ് സ്പീഡിൻ്റെ. ഇതിന് 900 കിലോ ഉള്ളൂ. ഈ 900 കിലോ വെയിറ്റ്, 9 kW പവർ, 65 Nm ടോർക്ക് എന്ന് പറയുമ്പോഴേ അത്യാവശ്യം 3 ആളെയും വെച്ച് സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വണ്ടി കൊടുന്ന ആളോട് ചോദിച്ചു, പുള്ളി പറഞ്ഞു പുള്ളി കാലിക്കറ്റിൽ നിന്ന് ഈ വണ്ടി ഓടിച്ച് കൊച്ചിക്ക് വന്നിട്ട് ബാക്കി 13% ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 200+ എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടുന്ന റേഞ്ചാണ്. അതാണ് മെയിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് ഡെയിലി ഓടിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇലക്ട്രിക് വേണമെങ്കിൽ ഓയിലർ നല്ല ഓപ്ഷനാണ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷ വേണമെങ്കിൽ റേഞ്ചാണ് ഗുണം. പിന്നെ ഈ ഓട്ടോ ഓടിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇത് ഓടിക്കാൻ രസമുണ്ട്, ഫൺ ഫാക്ടർ ഉണ്ട്. ഫോർ ഓട്ടോ നല്ല ഫണ്ണുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സിറ്റി യൂസിനും അല്ലെങ്കിൽ നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോഴൊക്കെ ആവശ്യം ബ്രേക്കിംഗ് ആണ്. പിന്നെ കൈ വിട്ടാലേ കണ്ടോ ഇത് റീജനും ഉണ്ട്. അപ്പോൾ ചാർജ് കൊടുക്കുകയും ചാർജ് എടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതൊരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ കൊള്ളാവുന്നൊരു വണ്ടിയാണ് ഓയിലറിൻ്റെ ഈ ഒരു ഹൈ റേഞ്ച് മാക്സ് എന്ന് പറഞ്ഞ ഈ ഇലക്ട്രിക് ഓട്ടോ എന്നുള്ളതാണ്. ഇത് ഓടിക്കാനും കൊണ്ടുനടക്കാനും ചിലവ് കുറഞ്ഞ് ഉപയോഗിക്കാനൊക്കെ പറ്റുമ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ ഓട്ടോ ഡ്രൈവേഴ്സിനും ഒക്കെ ജീവിതത്തിൽ ലാഭം ഉണ്ടാക്കാൻ ഒരു വണ്ടിയാണ് ആവശ്യമെങ്കിൽ ഈ ഓയിലറിൻ്റെ ഹൈ റേഞ്ച് മാക്സ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കൊള്ളാം. അപ്പോൾ ശരി.